ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ആങ്കറിംഗ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആങ്കറിംഗ് എഫക്റ്റ്. നമുക്ക് ആദ്യം എന്താണ് ഈ ആങ്കറിംഗ് എഫക്റ്റ് എന്ന് മനസ്സിലാക്കാം. ദ ആങ്കറിംഗ് എഫക്റ്റ് ഈസ് എ കോഗ്നിറ്റീവ് ബയാസ്. അത് ബയാസ് എന്ന് വെച്ചാൽ ഒന്നിനോടുള്ള ഒരു ചായ്വ്, അതായത് തിരിച്ചറിയലിനെ സംബന്ധിച്ച ഒന്നാണ്. അതായത് ഒരു ധാരണയെ സംബന്ധിച്ച, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ധാരണയെ സംബന്ധിച്ച ഒന്നിനോടുള്ള ഒരു ചായ്വ്. ഓക്കെ, അത് വേർ പീപ്പിൾ റിലൈ ടു ഹെവിലി ഓൺ ദ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് അവർക്ക് കിട്ടുന്ന ആദ്യം ലഭിക്കുന്ന ഇൻഫർമേഷനിൽ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ശരി എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാണ് ഈ ആങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ദേ റിസീവ് വെൻ മേക്കിംഗ് ഡിസിഷൻ. ഒരു കൺസ്യൂമേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് അവർക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷനിൽ ഇങ്ങനെ ഉറച്ച് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ആങ്കറിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് അപ്പം ഈ ഒരു പീസ് ഓഫ് ഇൻഫർമേഷനാണ് ഈ ആങ്കർ എന്ന് പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഈവൻ ഇഫ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഇർലവൻ, അതായത് അപ്രസക്തമാണെങ്കിൽ കൂടെ ആൾക്കാർ അതിൽ കൂടുതൽ ആശ്രയിക്കും, ആ ഇൻഫർമേഷനിൽ ആശ്രയിക്കും. വൺസ് ആൻ ആങ്കർ ഈസ് സെറ്റ്, അതായത് ആ ഒരു ഇൻഫർമേഷൻ സെറ്റ് അവരുടെ ബോധമണ്ഡലത്തിൽ, ആ ഒരു കോഗ്നിറ്റീവ് ഡൊമൈനിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പീപ്പിൾ ടെൻഡ് ടു അഡ്ജസ്റ്റ് ദെയർ ജഡ്ജ്മെന്റ്സ് ഓർ എസ്റ്റിമേറ്റ്സ് എവേ ഫ്രം ഇറ്റ്. അതായത് മറ്റ് തീരുമാനങ്ങളൊക്കെ അവർ അതിൽ നിന്ന് മാറി നിൽക്കും. കൂടുതൽ ഈ ആങ്കറിലേക്കാണ് അവർ പോണത്, ആ ഒരു ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷനിലേക്കാണ് പിന്നെ അവരുടെ ചിന്ത പോണത്. ബട്ട് ദേ യൂഷ്വലി സ്റ്റേ ടു ക്ലോസ് ടു ദ ആങ്കർ, അതിലേക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് പോകും. റാദർ ദാൻ മേക്കിംഗ് എ ഫുള്ളി ഇൻഡിപെൻഡന്റ് അസസ്മെന്റ്, നല്ല രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് ഒന്നിനെ ആശ്രയിക്കാതെ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് പകരം കൂടുതൽ ഈ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ അഥവാ ആങ്കറിലേക്ക് അവരുടെ തീരുമാനം, അതിൽ കൂടുതൽ ആശ്രയിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ആങ്കറിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആങ്കറിംഗ് എഫക്റ്റിന്റെ ഒരു ഉദാഹരണം നോക്കാം. അതായത് ഫസ്റ്റ് എക്സാമ്പിളിൽ പറയുന്നത് പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരു ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ഇമാജിൻ യു ആർ ബൈയിങ് എ സ്മാർട്ട് ഫോൺ. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റോർ എ, സ്റ്റോർ ബി, രണ്ട് സ്റ്റോറുകളാണ്. അപ്പോൾ സ്റ്റോർ എയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ഐഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ, ഏതെങ്കിലും ഒരു ഫോൺ വിൽക്കാൻ വെച്ചിരിക്കുന്നത് $1200 അറ്റ് എ പ്രൈസ് $1200. എന്നിട്ട് അവർ പറയുകയാണ് ദെൻ ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ടു $900. എന്നിട്ട് അത് നിങ്ങൾക്ക് 1200 ഇതിന്റെ വില, $900 ആയിട്ട് കുറച്ച് തരാം എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തോന്നും. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗ്രേറ്റ് ഡീൽ ബിക്കോസ് യുവർ മൈൻഡ് ആങ്കർഡ് ഓൺ ദ ഒറിജിനൽ പ്രൈസ്. ആ ഒറിജിനൽ പ്രൈസിലാണ് നിങ്ങളെ മൈൻഡ്, അതായത് ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ആയ ഈ ആങ്കർ, ഇവിടെ ആങ്കർ എന്ന് പറഞ്ഞാൽ $1200. അപ്പോൾ അതിൽ നിങ്ങളെ മൈൻഡ് അതിലേക്ക് ബയാസ് ഉണ്ടായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോർ ബിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് തന്നെ ചെയ്യുകയാണ്, ഒറിജിനൽ പ്രൈസ് തന്നെ വിൽക്കുകയാണ്. ഓക്കെ, സ്റ്റോർ ബി ലിസ്റ്റ് ദ സെയിം ഫോൺ ഡയറക്ട്ലി അറ്റ് $900. ബട്ട് നൗ ഇറ്റ് ഡസൻറ്റ് ഫീൽ ആസ് സ്പെഷ്യൽ. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അത് സ്പെഷ്യൽ ആയിട്ട് തോന്നത്തില്ല. ഓക്കെ, അപ്പം ഈവൻ ദോ ഇറ്റ്സ് ദ സെയിം ഫൈനൽ പ്രൈസ്, അതായത് രണ്ട് സ്റ്റോറിലും, സ്റ്റോർ എയിലും സ്റ്റോർ ബിയിലും സെയിം ഫൈനൽ പ്രൈസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ആങ്കറിംഗ് എഫക്റ്റ് കൊണ്ട് സ്റ്റോർ എയിലെ ആ ഒരു വിലയിലുള്ള മാറ്റമാണെങ്കിൽ കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. അടുത്തത് എക്സാമ്പിൾ 2 ആണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു സാലറി നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ്. ഓക്കെ, ഇഫ് യു സ്റ്റാർട്ട് ബൈ ആസ്കിങ്, അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് $80,000 എനിക്ക് സ്റ്റാർട്ടിംഗ് സാലറി വേണമെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ മുതലാളി, ദ എംപ്ലോയേഴ്സ് കൗണ്ടർ ഓഫർ ഈസ് ലൈക്ലി ടു സ്റ്റേ ആങ്കേർഡ് അറൗണ്ട് ദാറ്റ് നമ്പർ. അപ്പം ഈ ഒരു നിങ്ങൾ ആവശ്യപ്പെട്ട ആ ഒരു സാലറിക്ക് ഏതാണ്ട് അടുത്ത് തന്നെ അവരിങ്ങോട്ട് തരുന്ന ഓഫറും വരും. ഓക്കെ, ഈവൻ ഇഫ് ദേ ഒറിജിനലി പ്ലാൻ ടു ഓഫർ 70,000. അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് 70,000 ആണ്. എന്നാൽ നിങ്ങൾ ഇത്രയും ആവശ്യപ്പെട്ടത് കൊണ്ട് ഏതാണ്ട് 80,000 അടുത്തുള്ള ഒരു തുക തന്നെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് സാലറി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. എന്നാൽ നിങ്ങൾ 60,000 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, 70,000 തരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ആവശ്യപ്പെട്ടത് $60,000 ആണ്. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് വിത്ത് $60,000 യു ഹാവ് സെറ്റ് എ ലോവർ ആങ്കർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ആങ്കർ നിങ്ങൾ ലോവർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്, മേക്കിംഗ് എ ഹയർ സാലറി ലെസ് ലൈക്ലി. അപ്പോൾ അവർ അതിൽ കൂടുതൽ സാലറി തരാൻ അവർ വിസമ്മതിക്കും. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആങ്കറിംഗ് എഫക്റ്റ് സംഭവിക്കുന്നത് നോക്കാം. വൈ ഡസ് ദിസ് ഹാപ്പൻ? അതിൽ ഒന്നാമത് കോഗ്നിറ്റീവ് ലേസിനെസ് ആണ്. അതായത് ആ ധാരണയെ സംബന്ധിച്ച ആ ഒരു ലേസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഇതിൽ പറയുന്നത് അവർ ബ്രെയിൻസ് ലൈക്ക് ഷോർട്ട് കട്ട്സ്. നമ്മുടെ തലച്ചോറ് ഷോർട്ട് കട്ട്സ് ഇഷ്ടപ്പെടും. ഓക്കെ, പെട്ടെന്ന് എന്തിലേക്കാണ് പോകേണ്ടത് അതിൽ ഷോർട്ട് കട്ടിലൂടെയാണ് പോകാൻ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ആങ്കേഴ്സ് പ്രൊവൈഡ് എ മെന്റൽ സ്ട്രേറ്റ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ആങ്കർ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രേറ്റ് പോയിന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആൻഡ് അഡ്ജസ്റ്റിംഗ് ഫ്രം ഇറ്റ് ടേക്സ് മോർ എഫർട്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സ്ട്രേറ്റ് പോയിന്റിൽ നിന്ന് മാറുന്നത് കുറച്ച് എഫേർട്ട് എടുക്കുന്ന കാര്യമാണ്. കുറച്ച് ഇരുത്തി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന, റാഷണലായിട്ട് ചിന്തിക്കുന്നവരൊക്കെ ടൈം എടുത്ത് ഈ ആങ്കറിംഗ് എഫക്റ്റിൽ വീഴാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് അൺസർട്ടനിറ്റി ആണ്, അനിശ്ചിതത്വം. അതായത് വെൻ പീപ്പിൾ ആർ ഷുവർ വാട്ട് ദ റൈറ്റ് ആൻസർ ഈസ്, അതായത് എന്താണ് ശരിയായിട്ടുള്ള
ഇവിടെ റൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിലുള്ള ആ വില എന്നാണ് കേട്ടോ. അപ്പം റൈറ്റ് ആൻസർ ഈസ് ദേ ലീൻ ഓൺ ദ ആങ്കർ ഫോർ ഗൈഡൻസ്. അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ഈ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ അത് ആങ്കറിനെ തന്നെ എടുക്കും. അത് മറ്റൊരു റീസൺ ആണ്, അല്ല സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത് ഇമോഷൻസ് ആണ്. ആൾക്കാരുടെ ഇമോഷൻസ് മറ്റൊരു ഫാക്ടറാണ്. അതായത് എ ഹൈ ആങ്കർ ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് അർജൻസി. ഒരു ഹൈ ആങ്കർ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക്, അതായത് ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഹൈ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു അർജൻസി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഒരു സെറ്റ് ചെയ്യും, ബ്രെയിനിൽ സെറ്റ് ചെയ്യും. അതായത് ലൈക്ക് സെയിൽസ് ഡിസ്കൗണ്ട്സ് പോലെയുള്ള, അതായത് ഈ ഡിസ്കൗണ്ട് കിട്ടും, അപ്പൊ ഇത് ഇത്രയൊന്നും വില ഉണ്ടാവത്തില്ല, എന്താണ് അതിൽ കുറയാൻ സാധ്യതയുണ്ട് എന്നൊരു സെൻസ് ബ്രെയിനിൽ സെറ്റ് ആവും. അപ്പൊ വൈൽ എ ലോ വൺ ക്യാൻ ട്രിഗർ സ്കെപ്റ്റിസിസം ഓർ ഡിസപ്പോയിൻമെന്റ്. അല്ലെങ്കിൽ ലോ ആയിട്ടാണ് വില, അല്ലെങ്കിൽ ആങ്കർ ലോ ആയിട്ടാണ്, ആ ഒരു പ്രൈസ് ലോ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു സ്കെപ്റ്റിസിസം, അതായത് ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ടാവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റ് അവിടെ ഉണ്ടാവുകയാണ്. മനസ്സിലായില്ലേ? അത് ഹൈ പ്രൈസ്, അവർ എന്തായാലും ഇത്ര ഉണ്ടായാലും എന്തായാലും വില കുറയും എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ലോ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇനി കുറയാൻ പോകില്ല എന്ന് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, അതിൽ നിന്ന് അത് വാങ്ങാതിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ ആങ്കറിങ് എഫക്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ ആങ്കറിങ് എഫക്റ്റിന്റെ റിയൽ വേൾഡിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻസ്. അതിൽ ആദ്യത് മാർക്കറ്റിംഗ് ആണ്. അതായത് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, യൂസ് ഹൈ ഒറിജിനൽ പ്രൈസസ്, അതായത് ഒറിജിനൽ പ്രൈസ് ഹൈ ആയിട്ട് സെറ്റ് ചെയ്യും ടു മേക്ക് ഡിസ്കൗണ്ട്സ് ഫീൽ മോർ അപ്പീലിംഗ്. ഇത്രയും രൂപ ഇതിന് ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ട് തരാം, അപ്പം ആ ഡിസ്കൗണ്ട്സ് കുറച്ചുകൂടെ അപ്പീലായിട്ട് കസ്റ്റമേഴ്സിന് തോന്നും. അതൊരു റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻ ആണ്. അടുത്തത് ലീഗൽ ഡിസ്പ്യൂട്ട് ആണ്. അതായത് ഇനിഷ്യൽ ഡാമേജ് ക്ലെയിംസ് ക്യാൻ ഇൻഫ്ലുവൻസ് സെറ്റിൽമെന്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനിഷ്യൽ ഡാമേജ് ക്ലെയിം, ഒരു പേഴ്സൺ ഒരു ആക്സിഡന്റ് ക്ലെയിം ചെയ്യുകയാണ്. ആക്സിഡന്റൽ ക്ലെയിംസ് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് 2 ലക്ഷം രൂപ ആണെന്ന്. പക്ഷെ കമ്പനി യഥാർത്ഥത്തിൽ ഓഫർ ചെയ്യാൻ ഉദ്ദേശിച്ചത് 50,000 രൂപയാണ്. പക്ഷേ ഇദ്ദേഹം 2 ലക്ഷം ഓഫർ ചെയ്തുകൊണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം തന്ന് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് 1 ലക്ഷം കൊടുക്കുകയാണ്. ഇപ്പോഴും എന്ത് തന്നെ, നേരത്തെ അവർ തരാൻ ഉദ്ദേശിച്ച പൈസ 50,000 രൂപയിൽ നിന്നും ഹൈ തന്നെയാണ്. ഓക്കെ, അത് 2 ലക്ഷം രൂപ കിട്ടില്ലെന്നുണ്ടെങ്കിലും 1 ലക്ഷം രൂപയെങ്കിലും കിട്ടിയോ. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് ആണ് ഈ ലീഗൽ ഡിസ്പ്യൂട്ട്സ്. ഇവിടെയും ഒരു ആങ്കറിംഗ് എഫക്ട് വരുന്നുണ്ട്. അടുത്തത് റിയൽ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. എ ഹൗസ് ലിസ്റ്റഡ് അറ്റ് എ ഹൈ പ്രൈസ് സീംസ് മോർ വാല്യൂബിൾ ഈവൻ ഇറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ്. അതായത് വില ഉയർന്നതാണെന്നുണ്ടെങ്കിലും ആ ഹൗസ് കുറച്ച് മോർ വാല്യുബിൾ ആയിട്ട്, ഇത്രയും വിലയുണ്ട് ആ ഹൗസിന്, എന്തെങ്കിലും എന്തോ മൂല്യമുണ്ട് എന്ന് ഒരു ധാരണ കാണുന്നവരിൽ ഉണ്ടാക്കിയെടുക്കും. അടുത്ത ഇൻവെസ്റ്റിങ്ങിലുണ്ട് ആങ്കറിങ്. ഇൻവെസ്റ്റേഴ്സ് മൈറ്റ് ഹോൾഡ് ഓൺ ടു എ സ്റ്റോക്ക്. അത് ഒരു സ്റ്റോക്കിൽ തന്നെ അവർ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? അത് ബിക്കോസ് ദേ ആർ ആങ്കേർഡ് ടു ദ പ്രൈസ് ദേ ഒറിജിനലി പെയ്ഡ്. അതായത് ഒറിജിനലി പേ ചെയ്ത് മേടിച്ച് വെച്ചേക്കുന്ന ആ ഒരു സ്റ്റോക്കിന്റെ വിലയിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഈവൻ വെൻ സെല്ലിംഗ് വുഡ് ബി സ്മാർട്ടർ, അതായത് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ ആ സ്റ്റോക്ക് വിൽക്കുന്നില്ല. കാര്യം അവർ മേടിച്ച വില എന്താണ്, നല്ലൊരു ഹൈ പ്രൈസിലാണ് അവർ മേടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് സെല്ലിംഗ് നടന്നു കഴിഞ്ഞാലും അവർക്ക് ഈ സ്റ്റോക്കിന് ഇത്രയും വില പോകും എന്ന് വെച്ചിട്ട് അവർ ഹോൾഡ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻസ് ഇതിന്റെ ആങ്കറിംഗ് എഫക്റ്റിന്റെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.